ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ചാനലിൻ്റെ പേര് ജിഷാസ് ഫാമിലി എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി 2-3 ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് നമുക്കെല്ലാം ശരിയാക്കാം. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇന്നൊരു പരിപ്പ് കറി വയ്ക്കുകയാണ്. അപ്പോൾ പരിപ്പെല്ലാം കഴുകി വൃത്തിയായി ഞാൻ വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. മത്തനും മുരിങ്ങക്കായും തക്കാളിയും മാങ്ങയും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. അപ്പോൾ ഈ കാണിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അച്ചാറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ മത്തനെല്ലാം മുറിച്ചു. ഇനി മാങ്ങയാണ്. ഈ മാങ്ങ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചതാണ്. കുറച്ച് ഭാഗം ഞാൻ അച്ചാറിട്ടായിരുന്നു. അപ്പോൾ മാങ്ങയെല്ലാം മുറിച്ചു. മാങ്ങ പുളിപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒരു തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ച് വെച്ച പച്ചക്കറികളെല്ലാം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പല ശബ്ദങ്ങളും ഉണ്ട് കേട്ടോ. അത് തൊട്ട വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ശബ്ദങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാ കുക്കർ വിസിൽ വന്നു. ഇനി ഒരു വിസിലും കൂടെ വരട്ടെ, അപ്പോഴേക്കും നമ്മുടെ പരിപ്പെല്ലാം നന്നായി വേകും കേട്ടോ. അപ്പോൾ അതാ തീയൊന്ന് സിമ്മാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിസിലും കൂടെ വന്നു. അപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തു. ഇനി ആവിയെല്ലാം പോട്ടെ കേട്ടോ. ആവി പോയതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാളികേരം എടുത്ത് ചിരവാണ്. നാളികേരം ചിരകുമ്പോൾ അതിന്നൊരു വലിയ പീസ് അടർന്ന് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കത്തി വെച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആവിയെല്ലാം പോയി പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത തക്കാളി കൂടെ അതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മുളക് പൊടി പിന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാണ്, അതുകൊണ്ട് നല്ല എരിവുള്ള പൊടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് ഞാൻ വിസിൽ വയ്ക്കുന്നില്ല, കാരണം നന്നായി വെന്തുടഞ്ഞു പോകും. നമ്മുടെ മുരിങ്ങക്കായും മത്തനും എല്ലാം നന്നായി വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇനി നാളികേരം അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നാളികേരം മാറ്റി ഇനി അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തുറന്ന് കാണിച്ചു തരാണ്. നന്നായി അരഞ്ഞിട്ടുണ്ട്. വേണ്ട ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ അവിടെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും അത് മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ച അരപ്പും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടെ വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇത് കടുക് വറുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. ഇനി കറിവേപ്പില ഇടുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള ഞാൻ വെച്ച് നട്ട് വളർത്തിയ ചെടിയിൽ നിന്നുള്ള കറിവേപ്പിലയാണ്. അത് ഞാൻ അവിടെ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇനി ഇതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു.
എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് വറുക്കാം. കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടണത് നിങ്ങളെല്ലാവരും കാണിക്കണം കേട്ടോ ഞാൻ. ഇനി കടുകെല്ലാം പൊട്ടി. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. വലിയ ചീഞ്ചട്ടി തന്നെ എടുക്കാനുള്ള കാരണം എന്താ അറിയുമോ, ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ വലിയ ചീഞ്ചട്ടിയിൽ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് വലിയ ചീഞ്ചട്ടി തന്നെ കടുക് വറുക്കാൻ എടുത്തത് കേട്ടോ. ഇനി ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് അടമാങ്ങയാണ് കേട്ടോ. ഇത് 1 വർഷമായി ഞാൻ ഉണക്കി വെച്ചിട്ട്. ഇപ്പോൾ കുറച്ച് അച്ചാറിടാൻ വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളാണ്: ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ജീരകം, ഉലുവ, പിന്നെ കായപ്പൊടി, കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, കറിവേപ്പില. സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ്. ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണയും ഓയിലൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, നല്ലെണ്ണയിലാണ്. നല്ലെണ്ണ ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ പൊടികൾ, കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ മാങ്ങ ഉണക്കുന്ന സമയത്ത് വലിയ മാങ്ങ കട്ട് ചെയ്തിട്ട് 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. അപ്പോൾ അതിൽ നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നല്ല ഹാർഡായിരിക്കും, ഉണക്കിയെടുത്തതല്ലേ. അപ്പോൾ നമുക്ക് ഹാർഡ്നെസ് മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് വെച്ച മാങ്ങയും കൂടെ ചേർക്കുന്നത്. നമുക്ക് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട്, ഉപ്പ് പോരെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് ദിവസം ഇരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് നമ്മളൊരു കുപ്പി ഭരണി പോലെയുള്ളതിലാക്കി വെച്ചാൽ കുറേ കാലം ഇരിക്കും കേട്ടോ അച്ചാർ. ഞാൻ ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മി, ഞാൻ അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചില്ലേ. അപ്പോൾ കുറച്ച് ഉപ്പ് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കുറേ കാലം ഇരിക്കും കേട്ടോ അച്ചാർ. നമുക്ക് മാങ്ങ സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ, സീസൺ ആകുന്ന സമയത്ത് കിട്ടിയ മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാങ്ങ കിട്ടാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണാണ്, മാങ്ങ സീസണായി. പക്ഷേ ഞാനിത് കുറേ കാലമായി ഇട്ട് വെച്ചിട്ട് അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റ് നോക്കണം കേട്ടോ. ഞാൻ മാങ്ങ ടേസ്റ്റ് നോക്കുന്നുണ്ട്, ഉപ്പും എല്ലാം പാകത്തിനാണോ നോക്കണം. എല്ലാം പാകമാണ്. പിന്നെ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ആറിയിട്ട് വേണം നമ്മൾ കുപ്പി ഭരണിയിലാക്കി വയ്ക്കാൻ. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ നമ്മൾ വെച്ച കറിയും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചാലോ. എല്ലാവരും എൻ്റെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം പറയണേ. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പം ഞാൻ ആഹാരം കഴിക്കട്ടെ. പ്ലേറ്റ് എടുക്കട്ടെ. പ്ലേറ്റ് എടുത്തു. ഭക്ഷണം ചോറ് വിളമ്പി. റേഷൻ അരിയാണ് കേട്ടോ. റേഷനരി ചോറിട്ടു. അച്ചാർ വയ്ക്കാൻ പോവാണ്. അച്ചാർ വന്നു. ഇനി കറിയും കൂടി കൂട്ടി ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.